മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശ് വിടുമോ? ബംഗ്ലാദേശ് വിടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷേ അതെങ്ങനെ, എപ്പോൾ എന്നുള്ളത് ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ വരുന്ന വാർത്തകളെന്ന് പറയുന്നത് മുഹമ്മദ് യൂനസിൻ്റെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ എന്ന് പോലും അതിനെ പറയാൻ കഴിയില്ല. ഒരു ഉം. താൽക്കാലിക സർക്കാരുണ്ടാക്കി അതിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞ് ലോകത്ത് ഒരു രാജ്യത്തും ഇതുവരെ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കി. മുഖ്യ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉപദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉപദേഷ്ടാവിനെ ഉണ്ടാക്കി, ഉപദേഷ്ടാവ് എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടാക്കി, അവിടെ ഇരുന്ന മുഹമ്മദ് യൂനിസിൻ്റെ സഹായികളെല്ലാം ഓരോരുത്തരായിട്ട് രാജ്യം വിട്ടുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ് എക്സിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ആ സർപ്രൈസ് ആയിട്ടുള്ള എക്സിറ്റ് നടത്തുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫൈസ് അഹമ്മദ് തായിബ് എന്ന് പറയുന്ന ഒരാൾ ജർമ്മനിയിലേക്കാണ് കടന്നത്. അയാൾ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു യൂനിസിനെ ഉപദേശിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ ദിനപത്രമായിട്ടുള്ള ഡെയിലി സ്റ്റാറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് ഈ സർപ്രൈസ് എക്സിറ്റ് നടത്തിയിരിക്കുകയാണ് തായിബെന്ന്. ഈ തായിബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഈ ഇടക്കാല സർക്കാരിൽ ഇരുന്നപ്പോൾ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ. യൂനിസ് തന്നെ ഒരു നിയമവിരുദ്ധനാണ്. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഒരു കാര്യം നിലനിൽക്കെ തന്നെയാണ് പ്രസക്തമായിട്ടുള്ള ഈ വാർത്ത പുറത്തു വരുന്നത്. ഇയാളുടെ സഹായികൾ രാജ്യം വിടുന്നു. അപ്പോൾ രാജ്യം വിടുന്നത് എന്തുകൊണ്ടാണ്? പുതിയ സർക്കാർ വരുന്നു. പുതിയ സർക്കാർ വരുമ്പോൾ ആ സർക്കാരിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. കാരണം ജനാധിപത്യപരമായിട്ട് തെറ്റായ രീതിയിലാണ് ജനാധിപത്യം അട്ടിമറിച്ചൊക്കെയാണ് അവിടെ വിജയിച്ചത് എങ്കിലും അങ്ങനെ വിജയിച്ച സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഭരണഘടനാ വിരുദ്ധമായിട്ട് യൂനിസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനകത്ത് നിയമ നടപടി നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഈ നിയമ നടപടികളെ പേടിച്ചിട്ടാണ് മുഖ്യ ഉപദേഷ്ടാവിൻ്റെ സഹായികളായിട്ടുള്ളവർ ഈ രാജ്യം വിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒക്ടോബറിൽ തന്നെ യൂനിസിൻ്റെ സഹായികൾ രാജ്യം വിടാൻ ഒരുങ്ങുന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾ വന്നത് മാത്രമല്ല, അന്ന് NCPയുടെ കൺവീനർ നഹീദ് ഇസ്ലാം ആരോപിച്ചിരുന്നു ഇവരെ വിശ്വസിച്ചത് അബദ്ധമായി പോയി, ഉപദേശക സമിതിയിലുണ്ടായിരുന്ന പലരും വഞ്ചിച്ചു എന്നൊക്കെ NCP പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും NCP പറയുന്നത് മാത്രമല്ല, ഈ 18 മാസത്തെ ഭരണം നടത്തിയതിനിടയ്ക്ക് യൂനിസ് വലിയ കരാറുകൾ ഒപ്പിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായിട്ട് അന്താരാഷ്ട്ര കരാറുകൾ പലതും ഒപ്പിട്ടുണ്ട്. ഈ കരാറുകൾക്ക് സാധുതയില്ല എന്ന് BNP തന്നെ, അതായത് ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്ന താരിഖ് റഹ്മാൻ്റെ പാർട്ടി BNP തന്നെ പറയുകയാണ് ദീർഘകാലത്തേക്ക്, അതായത് ഒരു ലോങ് ടേം പോളിസിയൊക്കെ എടുക്കാനായിട്ട് ഈ താൽക്കാലിക സർക്കാരിന് അധികാരമില്ല. അങ്ങനെ ഇരിക്കെ ആ അധികാരമില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ ഇയാൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ രാജ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു അട്ടിമറിയാണ് നടന്നത്. എന്താണ്, അവാമി ലീഗിൻ്റെ ആൾക്കാരെ, അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, എന്നിട്ട് അവാമി ലീഗിൻ്റെ ആൾക്കാരെ പിടിച്ച് ജയിലിലിടുന്നു. ആ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഗത്യന്തരം ഇല്ലാതെയാണ് അവർ രാജ്യം വിട്ടത്. ശരിക്കും പറഞ്ഞാൽ അവർ സൈന്യത്തെ ഉപയോഗിച്ച് ഈ പറയുന്ന പ്രതിഷേധക്കാരെ അടിച്ചമർത്തി എല്ലായിടത്തും അടിച്ചൊതുക്കി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ച് ജയിലിലിടണമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെല്ലാം പിടിച്ച് ജയിലിലിട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവരൊരു ജനാധിപത്യ മര്യാദയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊക്കെ കാരണം ആരെയും വെടിവെച്ച് കൊല്ലാതെ, ആരെയും ആക്രമിക്കാതെ നിന്നു എന്നുള്ളതാണ്. അത് ചെയ്തത് തെറ്റായി പോയി എന്ന് അവരിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാവാം. എന്തായാലും യൂനിസിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധുതയൊക്കെ ഇനി ചോദ്യം ചെയ്യപ്പെടും. അതായത് ഇടക്കാല സർക്കാർ ഇങ്ങനെ ദീർഘകാലമായിട്ടുള്ള ഒരു കരാറുകൾക്ക് ഒപ്പിടാൻ പാടില്ല. അതുപോലെ തന്നെ ഇടക്കാല സർക്കാരിന് ഭരണഘടനാപരമായിട്ടുള്ള സാധുതയില്ല. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കിയിട്ടാണല്ലോ ഓരോ രാജ്യവും തീരുമാനം എടുക്കുന്നത്. ഇന്ത്യയിൽ പട്ടാള ഭരണത്തിനുള്ള ഓപ്ഷൻ ഇല്ല. ഇന്ത്യയിൽ ഒരു സർക്കാരിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയണം. അതല്ലെങ്കിൽ അവർ സ്വയം രാജിവെക്കണം. ആ രാജിവെക്കണമെങ്കിൽ പോലും പിരിച്ചുവിടണമെങ്കിൽ പ്രസിഡന്റാണ് അധികാരം. അങ്ങനെയാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള നിയമവശങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഈ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും, നിയമ നടപടിക്ക് വിധേയമാകും. അത് ആ സംവിധാനം ഒരുക്കുന്ന പരിരക്ഷയാണ്. കാരണം ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ ഇടക്കാല സർക്കാരിന് സാധുതയില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ പട്ടാളത്തിന് ഭരിക്കാമെന്നൊരു നിയമമുണ്ട്. അവിടെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പട്ടാള അട്ടിമറി നടക്കുക, പട്ടാള മേധാവികൾ അവിടെ അധികാരത്തിൽ വരികയൊക്കെ. നവാസ് ഷെരീഫ് അങ്ങനെയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അതുപോലെ ഓരോ രാജ്യത്തും അതിൻ്റെ നിയമങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യയിൽ അതിനുള്ളൊരു സാധ്യത ഇല്ല. അത് നിയമപരമായിട്ടുള്ള സാധുതയില്ല. പട്ടാള അട്ടിമറിക്ക് ഇന്ത്യയിൽ ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ളതാണ്. പട്ടാളത്തിന് രാജ്യം പിടിച്ചെടുത്ത് ഭരിക്കാൻ കഴിയില്ല, അതിനുള്ള പ്രൊവിഷൻ ഇല്ല. അത് മാത്രവുമല്ല, സാങ്കേതികമായി കൂടി അത് നടക്കില്ല. ഇപ്പോൾ ആർമി വിചാരിക്കുകയാണെങ്കിൽ രാജ്യത്തെ അട്ടിമറിച്ച് ഭരണം പിടിക്കാനൊന്നും ആർമിക്ക് കഴിയില്ല. കാരണം ആർമിയെ ചെക്ക് ചെയ്യാനായിട്ട് അടുത്ത് ഒരു സംവിധാനം ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംയുക്തമായിട്ട് എല്ലാത്തിനും കൂടി ഭരണം കൈയാളാനും കഴിയില്ല. അങ്ങനെ കൈയാളാണെങ്കിൽ പോലും അതിന് ഇത്രയും സ്റ്റേറ്റുകളുണ്ട്, വ്യത്യസ്തമായ ഭരണ സംവിധാനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ സംസ്ഥാനങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് കൂടി തന്നെ ഇവിടെ പ്രായോഗികമല്ല സൈനിക ഭരണം എന്നുള്ളതാണ്. അപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ അതിന് ഇടക്കാല സർക്കാരിനുള്ള നിയമസാധ്യതയില്ല, ഭരണഘടനാ സാധ്യതയില്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തിയാണ് ചെയ്തത്. ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ മുഹമ്മദ് യൂനിസ് വിചാരണ ചെയ്യപ്പെടും എന്നുള്ളത് ലോജിക്കലി ശരിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിയമ നടപടിക്ക് യൂനിസ് വിധേയമായാൽ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ യൂനിസ് രാജ്യം വിടുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ഈ അഹമ്മദ് തായിബ് ജർമ്മനിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സർപ്രൈസ് എക്സിറ്റുമായിട്ട് ആൾ മുങ്ങിയിരിക്കുന്നത് ജർമ്മനിയിലേക്കാണ്. അങ്ങനെ ഒരുപാട് പേർ രാജ്യം വിടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം പരിശോധിക്കാം. അതായത് NCP എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും ഈ ഉപദേശക സമിതിയോട് വിയോജിപ്പെട്ട, NCP എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും NCPയും ഒക്കെ കൂടിയിട്ടാണ് ഒരു സഖ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ എതിർ സഖ്യമാണ് BNP എന്ന് പറയുന്ന പാർട്ടി, താരിഖ് റഹ്മാൻ്റെ പാർട്ടി. അപ്പോൾ BNP താരിഖ് റഹ്മാൻ ഇപ്പോൾ അധികാരത്തിൽ എത്തിയിരിക്കുന്നു. അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ഇന്ത്യയോടൊപ്പം സമരസപ്പെട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, അത് ഇന്ത്യ വിരുദ്ധമായ നിലപാടെടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. കാരണം താരിഖ് റഹ്മാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബംഗ്ലാദേശിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ തൻ്റെ നിലപാടിലുണ്ടാവുള്ളൂ, ബംഗ്ലാദേശിൻ്റെ താല്പര്യമാണ് പ്രധാനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം, ഇന്ത്യയിൽ നിന്നുള്ള വെള്ളം, ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി, വിഭവങ്ങൾ, അരിയും സാധനമൊക്കെ ഇന്ത്യ നല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് സഹകരിച്ചു. അപ്പോൾ താരിഖ് റഹ്മാൻ ഇന്ത്യയായിട്ട് ഒരു നല്ല ബന്ധത്തിനായിരിക്കും ശ്രമിക്കുക. ഇന്ത്യയെ പാകിസ്ഥാൻ സമീപിക്കുന്ന പോലെ ഒരു ശത്രു രാജ്യമായിട്ട് സമീപിക്കാൻ താരിഖ് റഹ്മാൻ താല്പര്യം ഉണ്ടായില്ല. അതുമല്ല, ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആൾ 18 മാസം ഭരിച്ചതോടുകൂടി തന്നെ അവിടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടു, നിരന്തരമായ വേട്ട. അപ്പോൾ ഈ കുറ്റങ്ങളും കൂടി ഈ പറയുന്ന ഉപദേശകനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും വരുമെന്നുള്ളത് കൊണ്ട്, നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളത് കൊണ്ടും, കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ പുതിയ സർക്കാർ ഇന്ന് അധികാരത്തിലേക്കല്ലേ, അപ്പോൾ ആ അധികാരത്തിലേക്ക് വരുമ്പോൾ പിന്നെ കോടതികൾക്ക് അധികാരമുണ്ട്. അപ്പോൾ കോടതികളിലേക്ക് ഹർജി വരികയും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവൃത്തി അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരിപാടികൾ ചെയ്തവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് വരികയാണെങ്കിൽ ഈ ഉപദേശക സമിതി, ഉപദേശകന്മാരും പലരും അകത്ത് പോകേണ്ടി വരും. അത് മാത്രമല്ല, വ്യാപകമായ അഴിമതിയാണ് ബംഗ്ലാദേശിൽ നടന്നത് എന്നുള്ളതാണ്. ഈ യൂനിസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഗുരുതരമായിട്ടുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട്. ഈ അഴിമതികളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടും. പുതിയ സർക്കാർ വരുമ്പോൾ ഈ ഫയലുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആ ഫയലുകളിൽ കാണുന്ന ക്രമക്കേടുകൾക്ക് ഉത്തരവാദിയായിരിക്കും ഇടക്കാല സർക്കാരിനെ നയിച്ച മുഹമ്മദ് യൂനിസിനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പാണ് അധികാരം മാറുമ്പോൾ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വിവാദ ജൂലൈ ചാർട്ടറും റഫറൻഡവും ഒക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ചെയ്യേണ്ടത്. ഇതാരാ യൂനിസിനെ ചുമതല ഏൽപ്പിച്ചതല്ലല്ലോ, ഇതൊരു അട്ടിമറിയിലൂടെ വന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ, അതായത് ശരിയായ രീതിയിലാണെങ്കിൽ ഇവരെല്ലാം തന്നെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം ഇവർ മുങ്ങുന്നത്. പക്ഷേ എല്ലാവരുമല്ല, യൂനിസിൻ്റെ ഉപദേശകന്മാരിൽ എല്ലാവരുമല്ല. സയ്യിദ റിസ്വാന എന്ന് പറയുന്ന പരിസ്ഥിതി കാലാവസ്ഥ ഉപദേശകരുണ്ട്. അവർ പറയുന്നുണ്ട്, ഞാൻ മരണം വരെ രാജ്യത്ത് തന്നെ നിൽക്കും, രാജ്യം വിട്ട് പോവില്ല എന്ന്. അപ്പോൾ അവർ തെറ്റൊന്നും ചെയ്തേക്കാണ്ട്, പരിസ്ഥിതി കാലാവസ്ഥയിൽ. പക്ഷേ ഇവർ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറേ പരിപാടികൾ ചെയ്യുക, ഇന്ത്യയുടെ അതിർത്തിയിൽ ഈ പറയുന്ന പരിസ്ഥിതിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ട് നിർത്തുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അത് ഇന്ത്യക്ക് പ്രകോപനമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുമുണ്ട്. ഏതായാലും ഇത്തരത്തിലൊക്കെയുള്ള സമീപനങ്ങൾ എടുത്ത യൂനിസിനെ, ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയ യൂനിസിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേ പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യയോട് ഇപ്പോൾ യൂനിസ് കാണിക്കുന്നത് പോലെ ശത്രുതാ നിലപാട് തന്നെ, പരസ്യമായിട്ടല്ല, അങ്ങനെ എടുത്തു പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ ഇന്ത്യക്കെതിരായി ഭീകരവിരുദ്ധ പ്രവർത്തനമോ മറ്റേതെങ്കിലും പ്രവർത്തനമോ നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യ അടി കൊടുക്കും. അത് താങ്ങാനുള്ള ശേഷി ബംഗ്ലാദേശിനുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു നീക്കം BNPയുടെ ഭാഗത്തു നിന്നുണ്ടാകും, താരിഖ് റഹ്മാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യൂനിസിന് ഗതികെട്ടാൽ രാജ്യം വിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ യൂനിസ് പതുക്കെ മുങ്ങും. ഈ പറയുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റ് വല്ലതും എടുത്ത് ഏതെങ്കിലും രാജ്യത്തേക്ക്, ജർമ്മനിയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ ഈ തായിബ് മുങ്ങിയതുപോലെ മുങ്ങേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അധികകാലം യൂനിസിന് ഈ പറയുന്ന പോലെ സമാധാനത്തിലിരിക്കാൻ കഴിയില്ല. തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്
ഇന്ത്യയുടെ സമ്മർദ്ദം ഉണ്ടാവും. ഇന്ത്യയുടെ നീക്കം, ഇന്ത്യ ഒന്ന് ബംഗ്ലാദേശിന് മേൽ പിടിമുറുക്കി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെ താരിഖ് റഹ്മാൻ ഇന്ത്യക്കെതിരായ ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്നുള്ളത് സംശയമാണ്. അത് ബാക്കി നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്നു മുതൽ അങ്ങോട്ട് എന്താണ് ബംഗ്ലാദേശിൻ്റെ നയം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിലേക്ക് അകത്തേക്ക് എത്താൻ കഴിയും. അവിടെ ഇന്ത്യ ലൈവിൻ്റെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ യഥാസമയം നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരുമായിട്ട് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കാനായി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ അയച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി എല്ലാവരോടും പറയുക.